ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता, योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए, क्या नहीं करना चाहिए, इसका बोध. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ഓളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 6 ലക്ഷത്തിലധികം സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2500 സ്ഥലങ്ങളിൽ 210-ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗാ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൗണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു. भारत आज अपने पूरे मैरीटाइम इकोसिस्टम को सशक्त बना रहा है. इसलिए आज भारत अपने बंदरगाहों का आधुनिकीकरण कर रहा है, नई क्षमता तैयार कर रहा है, नई कनेक्टिविटी बना रहा है, मल्टी मॉडल लॉजिस्टिक नेटवर्क विकसित कर रहा है. सागरमाला जैसे अभियान इसी व्यापक सोच का हिस्सा है. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്.
പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് se.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശനിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്. ആദ്യ മത്സരത്തിൽ കാബോ വെർഡയ്ക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൗദി അറേബ്യക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻ ശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ് ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡയെ നേരിടും. ന്യൂസിലൻഡ് ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30 ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 റൺ നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14-നാണ് പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാൻഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. +1 പ്രവേശനത്തിലെ 2ാം അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.
ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.